كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. قد افلح المؤمنون الذين هم في صلاتهم خاشعون. قال النبي صلى الله عليه وسلم: أول ما يحاسب فيه العبد يوم القيامة عن الصلاة. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിലെ പരമശാസ്ത്ര വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പഠന പരമ്പര തുടങ്ങണമെന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിഖ്ഹിന്റെ പ്രാധാന്യവും അതിന്റെ പ്രാമാണികമായ വിഷയത്തെ സംബന്ധിച്ചും സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കുവാനും അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകൾ, അത് കാരണമായി നമുക്ക് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ വമ്പിച്ച പരാജയമാണ് ഏറ്റുവാങ്ങാനുള്ളത് എങ്കിൽ നാം ഈ 5 നേരം നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്ന് ആ 15-20 മിനിറ്റ് ഓരോ നമസ്കാരത്തിനും ചെലവാക്കി അനുബന്ധമായ സുന്നത്ത് കർമ്മങ്ങൾക്ക് വേണ്ടി വീണ്ടും സമയം ചെലവാക്കി നമ്മൾ തിരിച്ചുപോയി നാളെ ആഖിറത്തിലെത്തിയിട്ട് നമുക്ക് ഇതൊന്നും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സൂറത്താണ്, ഒരു ആയത്താണ്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ. അല്ലാഹു തആല പറഞ്ഞതാണ് ഫവൈലുൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്ന നാശം. അല്ലദീന ഹും, അവരാരാണ്? അൻ സ്വലാത്തിഹിം സാഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലദീന യുഅഖിറൂനഹാ അൻ വഖതിഹാ, കൃത്യമായ സമയത്ത് നമസ്കരിക്കാതെ തോന്നുന്ന സമയങ്ങളിൽ നമസ്കരിക്കുന്ന ആളുകളെ പറ്റിയാണ്. അവ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാത്ത ആളുകൾ എന്നാണ്. അപ്പൊ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവന്റെ നമസ്കാരം കൊണ്ട് തന്നെ അവന് നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, വഇമ്മാ അൻ അദാഇഹാ ബി അർഖാനിഹാ വശുറൂതിഹാ അലാ വാജിബിൽ മഅമൂരി ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരത്തിന്റെ അർക്കാനുകൾ, വാജിബാത്തുകൾ, ശുറൂത്തുകൾ, ഇത് കൃത്യമായ രൂപത്തിൽ പാലിക്കാതെ നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്
ശരീരം കൊണ്ട് അല്ലാഹു തആലക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം എന്ന ഇബാദത്തിൽ കൃത്യനിഷ്ഠ ഇല്ലാത്തവരും ആ നമസ്കാരത്തിന്റെ ശുറൂത്തുകളും വാജിബാത്തുകളും അർക്കാനുകളും പാലിക്കാത്ത ആളുകളും ആണ് എന്നാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കണമെന്ന ഒരു കണിശമായ ഒരു വാശി നമുക്കുണ്ടാകണം. ഇന്നല്ലാഹ ഫറദ അലൈക്കുമുൽ ഫറാഇദ ഫലാ തുഅയ്യിറുഹാ. അല്ലാഹു നിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരം അത് ഞാൻ കൃത്യമായും ഭംഗിയായും ഞാൻ ജമാഅത്തായി നിർവഹിക്കും എന്ന ഒരു വാശി അത് നമുക്കുണ്ടാകണമെന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഈ ഹദീസ് നമ്മൾ ശരിക്ക് പഠിക്കണം. പല ആളുകളും ചിലപ്പോൾ ഈ ഹദീസ് ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ചില ആളുകളും ചിലപ്പോ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ടാവും. അനവധി തവണ കേട്ടവർക്ക് ഒന്നും കൂടെ ഈമാൻ പുതുക്കാനും കേട്ടിട്ടില്ലാത്തവർക്ക് വളരെ ആശ്ചര്യത്തോടുകൂടിയും വളരെ ഗൗരവത്തോടുകൂടിയും കേട്ട് നിലപാട് ഉറപ്പിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റജുല യുസല്ലി 60 സന. എന്താണ് ആ ഒരു സത്യവിശ്വാസിയായ ആണ്, ഒരു സത്യവിശ്വാസിയായ ഒരു പെണ്ണ്, യുസല്ലീന അവർ നമസ്കരിക്കുന്നു 60 സന 60 കൊല്ലം. എത്ര കൊല്ലം നമസ്കരിക്കുന്നത്? 60 കൊല്ലം നമസ്കരിക്കുന്നു. മാ തുഖ്ബൽ ലഹു സ്വലാത്ത്, ഒരു വഖ്ത് നമസ്കാരം പോലും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅൻ വലാ യുതിമ്മു സുജൂദ. അപ്പൊ 60 കൊല്ലം ഒരു മുസ്ലിമായ സഹോദരിയും സഹോദരനും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തിട്ട് അള്ളാന്റെ കോടതിയിൽ വന്ന് അതിന്റെ കൂലി പരിശോധിക്കുമ്പോൾ തുഖ്ബൽ ലഹു സ്വലാത്ത്, ഒരു നിസ്കാരം പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെ പറ്റിയാണ്? ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ. അത് റുകൂ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും നിസ്കാരത്തില്, പക്ഷെ റുകൂ ശരിയായാൽ പിന്നെ ഓരോ സുജൂദ് ശരിയായിട്ടുണ്ടാവില്ല. ചിലപ്പോ സുജൂദ് നല്ല അടക്കത്തിലും ഒതുക്കത്തിലും ആയിരിക്കും, പക്ഷെ റുകൂ ശരിയായിട്ടുണ്ടാവില്ല. റുകൂ സുജൂദൊക്കെ നന്നാക്കും, പക്ഷെ ഇഅ്തിദാൽ ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ നമസ്കാരത്തിന്റെ റുക്കാനുകളിൽ, വാജിബാത്തുകളിൽ, അതേപോലെ തന്നെയുള്ള സുനനുകളിൽ സംഭവിക്കുന്ന തെറ്റുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, പോരായ്മകൾ കൊണ്ട് 60 കൊല്ലത്തെ നമസ്കാരം അള്ളാന്റെ അടുത്തെത്തിയിട്ട് നിഷ്ഫലമായി പോകുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിനേക്കാളും വലിയ നഷ്ടം എന്താണുള്ളത്? അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഹദീസ്, അവ്വലുമാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അനിസ് സ്വലാത്തി. ഒരു മുഅ്മിനായ അടിമയുടെ പരലോകത്തെ വിചാരണ എന്ന് പറയുന്നത് അവന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ്. ആദ്യത്തെ വിചാരണ നമസ്കാരമാണ്. ഇദാ സലഹത സലഹ സായിറു അമലിഹി. ആ നമസ്കാരത്തിൽ അവന് ഒരു വീഴ്ചയുമില്ലാതെ ആദ്യത്തെ അള്ളാന്റെ ആ പരീക്ഷയിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റുള്ള കാര്യങ്ങളുടെ എല്ലാ കടമ്പകളും അവന് ധൈര്യസമേതം കടന്നു പോകാൻ പറ്റും. എന്നാൽ അവൻ ആ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ, ചീത്തയായാൽ, അവന്റെ മറ്റുള്ള മുഴുവൻ അമലുകളും അള്ളാഹു പരിഗണിക്കുകയുമില്ല എന്നാണ്. അപ്പോ നമസ്കാരമാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ട് നമസ്കരിക്കുന്നത് കൃത്യമാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഇമാം മാലിക് ഇബ്നു ഖുസൈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ്? സല്ലൂ, നിങ്ങൾ നമസ്കരിക്കണം, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത്, എന്നിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ നമസ്കാരം കണ്ടത്, അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. ഈ ഹദീസുകളിലൊക്കെ നമുക്ക് ഇതിന്റെ ഗൗരവം തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദ് അഹ്മദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ലാ യൻദുറുല്ലാഹു ഇലാ സ്വലാത്തിൽ അബ്ദി, ഒരു അടിമയുടെ നമസ്കാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. ഒരു അടിമ നിസ്കരിക്കുമ്പോ ആ അടിമയുടെ നിസ്കാരത്തിന് അല്ലാഹു തആല തിരിഞ്ഞു നോക്കുകയില്ല. ലാ യുഖീമൂന സുൽബഹു ബൈന റുകൂഇ വ ബൈന സുജൂദിഹി, റുകൂഇൽ നിന്നും ഉയർന്ന് അടങ്ങി നിൽക്കാതെ ഉടനെ തന്നെ അയാൾ സുജൂദിലേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരമല്ലാത്ത ഒറ്റക്കുള്ള നിസ്കാരം ഒക്കെ ഒരു മൊബൈൽ ഫോണിൽ ആരോടെങ്കിലും രഹസ്യമായിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഓരറിയാതെ നിന്റെ മൊബൈൽ നിസ്കാരം എടുക്കും നിൽക്കും, ഞാൻ ഒറ്റ നിസ്കാരം ഒന്ന് വീഡിയോ എടുത്തു തരാം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഒന്ന് പരിശോധിക്കുക. അതിൽ അടക്കമുണ്ടോ, ഒതുക്കമുണ്ടോ, വക്കാറത്ത് കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, സക്കീനത്ത് പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകളിലും അതില്ല എന്നാണ്. അങ്ങനത്തെ ഒരു നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. എന്നാൽ റുകൂഅിന് പോവുക, അതേ ആള് അപ്പൊ തന്നെ റുകൂഅിന് പോയി അടക്കമില്ല, ഒതുക്കമില്ല. അവിടെ ചെല്ലേണ്ടത് 3 തവണ നന്നായി സാവധാനത്തിൽ ചെല്ലണം. ആ ചെല്ലാതെ നേരെ എഴുന്നേറ്റിട്ട് വീണ്ടും സുജൂദിലേക്ക് ആണ് പോവുക, ഒറ്റ പോകുക. അങ്ങനെയുള്ള നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കൂല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും ഉദ്ധരിക്കുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട്. ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികളും നമ്മളും സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളെ തൊട്ട് എന്നെ വിലക്കി. സഹാബി പറയാ നമ്മളൊക്കെ വിലക്കിയതാണ്. എന്താണ്? വനഹാനി അൻ നഖറ വനഹാനി അൻ നഖറതി കനഖറത്തി ദീഖ്, കോഴി കൊത്തുന്നത് പോലെയുള്ള നമസ്കാരം. കോഴി എങ്ങനെ കൊത്തുക? എങ്ങനെ കൊത്തു അല്ലേ? ഒരടക്കൊന്നും സാവധാനം ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കോഴി കൊത്തുന്നത് പോലെ നമസ്കാരം പാടില്ല. രണ്ടാമതായി പറഞ്ഞു സുജൂദിൽ കൈമുട്ടുകൾ നായ വെക്കുന്നത് പോലെ, കൽബ് വെക്കുന്നത് പോലെ നിങ്ങൾ നിലത്ത് വെക്കാൻ പാടില്ല. പല ആളുകൾ സുജൂദ് ചെയ്യുമ്പോ ചില ആൾക്കാർ കാണാം എന്ത് ചെയ്യും, മാറിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുപോകും. ചില ആളുകൾ പറ്റിച്ചു, ചില ആളുകൾ അങ്ങനെ വെക്കാം, പറ്റിച്ചിട്ട് പാടില്ല. പറ്റിച്ചു വെക്കുന്നത് നായയുടെ സ്വഭാവത്തിൽപ്പെട്ടാണ്. നായ അങ്ങനെ കിടക്കുക, ആ രൂപത്തിൽ നിങ്ങൾ കിടക്കാൻ പാടില്ല, ഇരിക്കാൻ സുജൂദിൽ പോകാൻ പാടില്ല. അതേപോലെ റസൂലുള്ളാഹി പറഞ്ഞു എന്ത്, കുറുക്കൻ നോക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നിസ്കരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കിച്ചു. ഫർദ് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുമ്പോ മുന്നിലൊരു മരണമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പോയി അവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കും. എന്നിട്ട് അങ്ങനെ നിൽക്കും, കൈ കെട്ടി ഇങ്ങനെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നോക്കും, പല ഭാഗത്തും നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ 3 കൂട്ടൽ നിസ്കാരവും ഒരിക്കലും തന്നെ അല്ലാഹു സ്വീകരിക്കൂല. ഇതിനെ തൊട്ട് റസൂലുള്ളാഹി താക്കീത് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായി കൊണ്ട് ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമെന്നുള്ളതിനാണ് ഈ ഹദീസുകളൊക്കെ ഞാൻ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മോഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മോഷണം എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം ഭംഗിയായി നിർവഹിക്കാതിരിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു. നമ്മള് മോഷണം എന്ന് പറഞ്ഞാൽ ആരാന്റെ പൈസ കക്കലും അല്ലെ, അയലക്കാരൻ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ടല്ലൊക്കെയാണ് മോഷണമായിട്ട് പറയാം. എന്നാൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി കൊണ്ട് തന്നെ മുസ്നദ് അഹ്മദിൽ ഉദ്ധരിക്കുന്നു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു തആല അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ബഹു الناس സരിഖതൻ അല്ലദീ യസ്റഖു മിനൽ സ്വലാത്ത്, നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. നമസ്കാരത്തിൽ മോഷണം നടത്തുന്നതാണ് ഏറ്റവും വലിയ പെരുങ്കള്ളൻ. ഖാലു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്റഖു മിനൽ സ്വലാത്ത്, നമസ്കാരത്തിൽ എങ്ങനെ നബിയെ മോഷണം നടത്തുക? നിസ്കാരം കഴിഞ്ഞാണ്ട് തിരിഞ്ഞു പോകുമ്പോ ടോർച്ചോ മൊബൈലോ മറ്റോൻ്റെത് കാണാതെ എടുത്തുണ്ടോണത് കക്കലാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെ കക്കല്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ സാധനം കക്കലല്ല നിസ്കാരത്തിലെ മോഷണം. പിന്നെ ലാ യുത്തിമ്മ റുകൂഅഹ വലാ യുത്തിമ്മ സുജൂദഹ, റുകൂഉം സുജൂദും ശരിയായിട്ടില്ലെങ്കിൽ അതാണ് നിസ്കാരത്തിലെ മോഷണം. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ്.
അതേപോലെ റസൂലുള്ളാഹി പറഞ്ഞു എന്ത് യുഖീമുസ്സുൽബ ഫി റുകൂഇസ് സുജൂദ്, ഇഅ്തിദാലിൽ നേരെ നിൽക്കാതെ നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവരാണ് ഇത്തരക്കാരായ ആളുകൾ. അപ്പോ അവന്റെ നമസ്കാരത്തിന്റെ വുളൂ മുതൽ നിയ്യത്ത് മുതൽ അവന്റെ സലാം വീട്ടുന്ന അവസാനത്തെ ആ അമല് വരെ പൂർണ്ണമായും തർത്തീബാകണം, കാമിലാകണം, അത് പരിപൂർണമാകണം. അപ്പോഴേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കേട്ടോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അമാ യഖ്ശാ അഹദുക്കും ഔ ലാ യഖ്ശാ അഹദുക്കും, നിങ്ങൾക്ക് ആർക്കും പേടി തോന്നുന്നില്ലേ? എന്താ വിഷയം? ഇദാ റഫഅ റഅസഹു ഖബ്ല അൽ ഇമാം, ഇമാം സുജൂദ് പോയി, നമ്മളും സുജൂദ് പോയി. അങ്ങനെ ഇമാമ് പിന്നെ തല ഉയർത്തുന്നതിന് മുമ്പ്, ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് മഅ്മൂമ് തല ഉയർത്തിയാൽ അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കുന്നില്ലേ? അയ്യജഅലല്ലാഹു റഅസഹു റഅസ ഹിമാർ, അവരുടെ തല കഴുതയുടെ തലയാക്കി മാറ്റുന്നതിനെ അവർ ഭയപ്പെടുന്നില്ലേ? അത് അക്ഷരാർത്ഥത്തിൽ കഴുതയുടെ തലയാക്കി മാറ്റുന്നതാണോ? അല്ല, എന്താണ് അതിന്റെ ഉദ്ദേശം? അല്ലാഹു അഅലം. ഏതായാലും ആ താക്കീത് ഗൗരവമുള്ള വിഷയമാണ്. ഔ യജഅലല്ലാഹു സൂറത്തഹു സൂറത്തുൽ ഹിമാർ, അല്ലെങ്കിൽ അവരുടെ രൂപം തന്നെ കഴുതയുടെ രൂപയാക്കി മാറ്റുന്നതിനെ അവർ ഭയപ്പെടുന്നില്ലേ എന്ന. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം വരെ ആ വിഷയത്തിൽ നമ്മുടെ മേൽ വരാതിരിക്കാൻ നമ്മള് നമസ്കാരത്തിന്റെ ബാഹ്യമായ എല്ലാ ചലനങ്ങളെയും അടക്കങ്ങളെയും കൃത്യമായി നിർവഹിക്കണം. ഇൻഷാ അല്ലാഹ് അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പ്രാക്ടിക്കലായി തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാള് നിന്നിട്ട് കാണിച്ചു തരും. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ, അതേപോലെ തന്നെ അതിന്റെ പിന്നെ ആപ്പുകൾ, ഇതൊക്കെ നമുക്ക് കിട്ടും. എങ്ങനെ? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്? വസ്സലാത്തുൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നമസ്കാരത്തിൽ പൂർണ്ണമായും ഖാനിത്ത് പാലിക്കണം. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി അല്ലാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നത് ഖുശൂ, ഭയഭക്തിയാണ്, അഥവാ ഈമാനാണ്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നു, അൻ അബൂ ദർ റളിയല്ലാഹു അൻഹു ഖാല യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മാ യർഫഉ ഹാദിഹിൽ ഉമ്മത്തിൽ ഖുശൂ ഹത്താ യറാ ഫീ ഖാശിഅ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഖുശൂ ആണ്. ഖുശൂ ആണ്, ഭയഭക്തിയാണ് ഉയർത്തപ്പെടുന്നത്. സത്യത്തില് പല ആളുകൾക്കും നമസ്കാരത്തിൽ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ഖുശൂ ആണ്. കാരണം നമ്മൾ കൈ കെട്ടിയത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ എത്ര റക്അത്തായി, ഞാൻ സുജൂദ് പോയോ, സുജൂദ് രണ്ടും ചെയ്തോ, അതേപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ റക്അത്തിൽ ഇരുന്നോ ഇല്ലേ, ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷനാണ്. ഇമാമ് മുമ്പിലുള്ളത് കൊണ്ട് ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ വർക്ക് ചെയ്യും. ഇമാമ് ആ ഉത്തരവാദിത്വം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗൗരവത്തിൽ എടുക്കുന്ന ആളാണ്. പിന്നെ അവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും പോരായ്മ വന്നാൽ കമ്മിറ്റിക്കാർക്ക് ചീത്തയേക്കും. ഇതൊക്കെ അയാളെ സംബന്ധിച്ചുള്ള പ്രതിസന്ധിയാണ്. അപ്പൊ അയാൾ എന്തായാലും നമ്മളെക്കാൾ കൂടുതൽ ഒന്നും കൂടി ശ്രദ്ധിക്കും. പല ആളുകൾക്കും ഇമാമ് മുമ്പിലില്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയമാണോ തഹജ്ജുദ്, ദുഹാ, അതേപോലെ സുന്നത്ത് നിസ്കാരം നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. പല സമയങ്ങളിൽ നമുക്ക് ഖുശൂ ഇല്ലാത്തത് കൊണ്ട് എത്ര റക്അത്തായി സംശയമാണ്. നമ്മൾ സലാം വീട്ടിയപ്പോൾ നമുക്ക് ടെൻഷനായി. ചിലവർ അതിന്റെ ഇടയിൽ ദൈവത്തിന്റെ സുജൂദ് ചെയ്യും. പിന്നെ തന്നെ അയാൾക്ക് കുറ്റബോധമാണ്, ഞാൻ ചിലപ്പോ റക്അത്ത് അധികമായോ, അല്ല ചെയ്തിട്ടുണ്ടോ, ഫുള്ളായിട്ടും വെറുതെ ഞാൻ സുജൂദ് ചെയ്തു. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അല്ലാഹു തആലയിലേക്ക് ആദ്യമായി ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് ഈമാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഖുശൂ, ഈമാന്, അമാനത്ത്, അഹ്ദ്, ഇതെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇൽമ്, ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളമായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ആളുകളിൽ ഖുശൂ ഇല്ലാത്ത നമസ്കാരം ഉണ്ടാകരുത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഊൻ,
അവരവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ ഖുശൂ ഇല്ലായ്മയാണ്. അപ്പൊ ആന്തരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയഭക്തിയാണ് ഒന്നാമത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം തിരിയാതിരിക്കലാണ്. മനസ്സിലായോ? നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം തിരിയില്ല. ഇപ്പൊ നമ്മളൊക്കെ ദിക്റുകൾ ചെല്ലുന്നുണ്ട്, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അളീം ചെല്ലുന്നുണ്ട്, അതേപോലെ എന്ന് ചെല്ലാറുണ്ട്, തയ്യാത്ത സ്വലാത്ത് സലവാത്ത് ചെല്ലാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം എത്ര ആളുകൾക്ക് അറിയാം? അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അമാ ഇന്നൽ ഖുശൂ ഫീഹാ, ഭയഭക്തി ഇല്ലാതെ നിസ്കരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് വതദബ്ബുരി മആനിഹാ, ചെല്ലുന്ന ഈ ദിക്റുകളുടെ പ്രാർത്ഥനകളുടെ അർത്ഥം തിരിയാതിരിക്കലാണ്. ഇവിടെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ വിധി നിർബന്ധമാണ്. അതായത് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഫർളാണ് അല്ലാഹു അക്ബർ എന്ന് പറയൽ, അതായത് തക്ബീറത്തുൽ ഇഹ്റാം. ശ്രദ്ധിക്കുക, ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ വിധി നിർബന്ധമാണ്, തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് ഇതിന് പറയാം. അങ്ങനെ നമ്മൾ കൈകെട്ടിയ ഉടനെ നമ്മൾ ചൊല്ലേണ്ടത് വജ്ജഹത്താണ്. ഈ വജ്ജഹത്ത് ഓതുക എന്നുള്ളതിന്റെ വിധി സുന്നത്താണ്. അപ്പോൾ മാക്സിമം ഒഴിവാക്കാതിരിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. ഒരുപാട് മഹത്വമുണ്ട്. ആ വജ്ജഹത്ത് നമുക്ക് നോക്കാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫം മുസ്ലിമം വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇങ്ങനെ വജ്ജഹത്ത് ഓതിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഓതുന്നതിന്റെ വിധി എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഫാത്തിഹ സൂറത്തും കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. അങ്ങനെ സൂറത്ത് ഓതൽ സുന്നത്താണ്. ഇത് രണ്ടും എല്ലാ ആളുകൾക്കും അറിയുന്നത് കൊണ്ട് ഞാനിതിൽ പറയുന്നില്ല. അങ്ങനെ സൂറത്തും ഓതിയതിനു ശേഷം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയിലേക്ക് പോകും. അങ്ങനെ റുക്കോയിലെത്തിയാൽ നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹ് എന്നുള്ളത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ അഞ്ചാമത്തെ ഫർദാണ് റുക്കൂ എന്നുള്ളത്. പക്ഷേ റുക്കോയിൽ ഈ തസ്ബീഹ് പറയുന്നതിന്റെ വിധി സുന്നത്താണ്. പക്ഷെ ഒരുപാട് മഹത്വമുണ്ട്. അതുകൊണ്ട് ഈ തസ്ബീഹ് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക. എന്നാൽ ശ്രദ്ധിക്കുക, റുക്കൂൽ നേരത്തെ പറഞ്ഞ ആ തസ്ബീഹ് 3 പ്രാവശ്യം പറയൽ സുന്നത്താണ്. ശ്രദ്ധിക്കാം. റുക്കൂ കഴിഞ്ഞ് നമ്മൾ നേരെ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് ഈതിദാലിലേക്ക് ഉണരും. അങ്ങനെ ഈതിദാലിലെത്തിയാൽ നമ്മൾ പറയേണ്ട തസ്ബീഹ് എന്നുള്ളത് റബ്ബന ലക്കൽ ഹംദു മിൻ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഈ തസ്ബീഹ് ഒരു പ്രാവശ്യം മാത്രമാണ് പറയേണ്ടത്. ഈ തസ്ബീഹാണ് ഈതിദാലിൽ നമ്മൾ പറയേണ്ടത്. അങ്ങനെ ഈതിദാലിൽ നിന്ന് നമ്മൾ ഈ തസ്ബീഹും പറഞ്ഞ് നേരെ സുജൂദിലേക്ക് പോവുക. അങ്ങനെ സുജൂദിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ സുജൂദിലേക്ക് പോയാൽ സുജൂദിൽ ചൊല്ലേണ്ട തസ്ബീഹ് എന്നുള്ളത് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നുള്ളതാണ്. ഈ തസ്ബീഹ് സുജൂദിൽ 3 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ ഈ ദിക്ർ സുജൂദിൽ 3 പ്രാവശ്യം കൂടി പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുത്തത്തിലേക്ക് വരിക. അങ്ങനെ ആ സുജൂദുകൾക്കിടെയുള്ള ഇരുത്തത്തിൽ പറയേണ്ടത് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫൈനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ ദിക്റാണ്. ഇത് ഒറ്റ പ്രാവശ്യമാണ് പറയേണ്ടത്, കൂടുതൽ പറയേണ്ടതില്ല. ഒരു പ്രാവശ്യം പറയുക. വീണ്ടും രണ്ടാമത്തെ സുജൂദിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പോവുക. സുജൂദിൽ നേരത്തെ പറഞ്ഞ തസ്ബീഹ് തന്നെ പറയുക. അതിനുശേഷം നമ്മൾ അവസാനത്തെ റക്അത്തിലോ അല്ലെങ്കിൽ 4 റക്അത്തുകൾക്കിടയിലുള്ള നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലോ ഈ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുമല്ലോ. അപ്പോൾ അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് അല്ലെങ്കിൽ അത്തഹിയാത്തും അതിനുശേഷമുള്ള സലാത്തും ദുആവുമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ അടുത്തതായി കാണിച്ചുകൊണ്ട് പറയുന്നത്. എല്ലാവരും അത്തഹിയാത്തിന്റെ രൂപം ശ്രദ്ധിക്കുക. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതാണ് അത്തഹിയാത്തിന്റെ രൂപം. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടത് ഇബ്രാഹിമിയ സലാത്താണ്. ഇബ്രാഹിമിയ സലാത്ത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതാണ് ഇബ്രാഹിമിയ സലാത്ത്. സലാത്തിന് ശേഷമുള്ള ദുആ, അതായത് ഇബ്രാഹിമിയ സലാത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദുആ ഇതാണ്. അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റഫ്തു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ശ്രദ്ധിക്കുക, ഇതാണ് ദുആ. ഇതിൽ ഏതൊക്കെയാണ് നിർബന്ധമുള്ളത്, ഏതൊക്കെയാണ് സുന്നത്തുള്ളത് തുടങ്ങിയ ഈ അത്തഹിയാത്ത് സലാത്ത് ദുആ, ഈ 3 വിഷയങ്ങളിൽ സുന്നത്ത് നിസ്കാരത്തിലും ഫർദ് നിസ്കാരത്തിലും ഏതൊക്കെ നമ്മൾ ചൊല്ലണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. അടുത്ത ഒരു കാര്യം കൂടി നിങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ നിസ്കാരത്തിന്റെ ഫർദുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഈ ദുആ കഴിഞ്ഞതിന് ശേഷം സലാം വിട്ടുകയാണ് വേണ്ടത്. സലാം വിട്ടുക എന്നത് നിസ്കാരത്തിന്റെ ഫർദാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ആദ്യം വലത് പ്രാവശ്യത്തേക്കും രണ്ടാമത് ഇടത് പ്രാവശ്യത്തേക്കും തിരിക. ഇങ്ങനെ 2 സലാം വിട്ടുക. ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ നമ്മളിപ്പോ പ്രാഥമികമായിട്ട് നിർബന്ധമായി വിദഅത്തുകളൊന്നും ഇല്ലാതെ നിസ്കരിക്കുന്ന ഒരാൾ, നമ്മളൊക്കെ അങ്ങനെ നിസ്കരിക്കുന്നവരാണ്. ശരി, എങ്കിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചോദിക്കും, ഇതിന്റെ എത്ര ആളുകൾക്ക് അർത്ഥം അറിയാം? എത്ര ആളുകൾക്ക് നമുക്ക് അർത്ഥം അറിയാം? അപ്പൊ അർത്ഥം പഠിക്കണ്ടേ? എത്ര വാജിബാത്തിന്റെ, എത്ര ശുറൂത്തിന്റെ, എത്ര സുനനുണ്ട്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് ചെറുങ്ങനെ പഠിച്ചു പോകുന്നല്ലാതെ അത് നമുക്ക് എത്ര ഉണ്ട് എന്നറിയില്ല. ശരി, ആ സംഗതികള് നമ്മള് പഠിച്ചു, അത് പാലിച്ചു. ആ പാലിച്ച സംഗതി മാത്രം നിർവഹിച്ച നിസ്കാരം സ്വീകരിക്കുകയില്ല. നിസ്കാരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയുടെ ദിക്റുകളുടെ അർത്ഥം പഠിക്കണം.
അപ്പൊ എന്തൊക്കെ നമുക്ക് ഈ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഇപ്പൊ നമ്മൾ അള്ളാന്റെ മുമ്പില് കുറച്ചോനെ എനിക്കിതിന്റെ അർത്ഥമൊന്നും അറിയില്ല, ഞാനങ്ങനെ ചെല്ലിപ്പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനായത് കൊണ്ട് പരലോകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വീകരിച്ചേക്കാം. പക്ഷെ എത്ര സ്വീകരിക്കും? സ്വർഗത്തിൽ പോകാൻ മാത്രം ഉണ്ടാകും? ഇല്ലേ, നമ്മൾ ആലോചിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അവർക്ക് ഗാംഭീര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെ പറഞ്ഞു, എന്ത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മുഖം ചുവപ്പ് കളറാവും. ഇഖാമത്ത് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചകത്ത് നിന്നിങ്ങനെ ഒരു ഇടിത്തി പോലെ ഇങ്ങനെ ഒരു നെഞ്ചൊരു അള്ളാന്റെ മുമ്പിലാണല്ലോ പോയി നിൽക്കുക എന്നുള്ളൊരു ബേജാറുണ്ടാവും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് ആര്, അടുത്തു നിൽക്കുന്നവര്, എന്തിനാണ് അലിയാറെ നിങ്ങൾ ബാങ്ക് വിളിച്ച് ഇഖാമത്ത് വിളിക്കുമ്പോൾ ഇങ്ങനെ ബേജാറാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടി നിസ്കരിക്കുമ്പോൾ വേക്കിൽ നിസ്കരിച്ച് അത് സലാം കിട്ടിയാ പോരെ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? فاصفر لوني خيفة ومحبة مجيبا لمولى جل ليس له المثل. തുല്യതയില്ലാത്ത ഒരു റബ്ബിന്റെ മുമ്പിൽ, അഥവാ എന്റെ പരലോകത്ത് ഞാൻ സ്വർഗ്ഗാണോ എനിക്ക് നരകാണോ തിരിച്ചറിഞ്ഞ അത് എഴുതി വെച്ച അള്ളാന്റെ മുമ്പിലാണ് ഞാൻ ഒറ്റക്ക് വർത്താനം പറയാൻ പോകുന്നത് എന്ന കാര്യം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നു. അപ്പൊ അള്ളാന്റെ മുമ്പിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുമ്പോൾ ആ ബോധ്യമാകുന്ന നമ്മള് എന്ത് വേണം? അത് ഭയഭക്തിയോടുകൂടി നിർവഹിക്കണം. എന്താ ഭയഭക്തി? നല്ല ശരീരങ്ങൾ തുളിഞ്ഞ് കൈയൊക്കെ വളരെ വലുതാക്കി സംഗതിയൊക്കെ അടക്കൊതുക്കൊക്കെ പാലിച്ചാലും അത് മാത്രമല്ല ഭയഭക്തി, മറിച്ച് അർത്ഥം ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും പഠിക്കണം. ഇമാം ഓതുന്ന ഖുർആന്റെ അർത്ഥം നമ്മൾ പഠിക്കണമെന്നില്ല, ചിലപ്പോ നമുക്ക് അറിഞ്ഞോണമെന്നില്ല. പക്ഷെ നമ്മൾ നിർവഹിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ദിക്റുകളുടെ അർത്ഥം അതെങ്കിലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മള് നമസ്കരിക്കൽ പഠിക്കണം എന്നാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്. ഒരു ഹദീസ് കൂടെ ആ വിഷയത്തിൽ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, എന്താണ്? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരാള്, അഥവാ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. അദ്ദേഹം വളരെ ലഘുവായി നമസ്കരിച്ചു. എന്നാൽ ദീർഘമായ നമസ്കാരമൊന്നുമില്ല, വളരെ ലഘുവായിട്ട് നമസ്കരിച്ചു. ആ സമയത്ത് അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അബിൽ ഖവാബ്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, താങ്കൾ നമസ്കാരം വളരെ ചുരുക്കിയാണല്ലോ നമസ്കരിച്ചത്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അതാണ് അടിസ്ഥാനം. നമസ്കാരത്തിൽ ഏതെങ്കിലും റുക്നോ വാജിബുകളോ ഞാൻ വിട്ടുപോയതായി നിങ്ങൾ നിസ്കാരത്തിൽ കണ്ടു? എന്റെ റുക്കൂ, സുജൂദ്, ഇഅ്തിദാല്, അത്തഹിയ്യാത്ത്, ഇതാണ് റുക്നുകൾ, വാജിബാത്തുകൾ ഒക്കെ പറഞ്ഞ സംഗതികൾ. പിന്നെ സുനനുകൾ, മറന്നുപോയാലും കുറ്റമില്ലാത്ത സംഗതികൾ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു വാജിബാത്തോ റുക്നോ ഇന്റെ ഈ ചെറിയ നമസ്കാരം ലഘുവായി നിസ്കരിച്ചതിൽ വിട്ടുപോയത് വല്ലതും കണ്ടുവോ? അത് കണ്ടിട്ടില്ല. എന്നാൽ അറിയുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്, ഇന്നൽ അബ്ദ ലയുസല്ലി അസ്സലാ, ഒരു മുഅ്മിനായ അടിമ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, മാ യക്തുബു ലഹു മിൻഹാ ഇല്ലാ ഇശ്റുഹാ, ആ നമസ്കാരത്തിൽ അല്ലാഹു തആല അയാൾക്ക് 10ൽ 1 കൂലി ചിലപ്പോൾ കൊടുക്കുള്ളൂ. വതിസ്ഉഹാ, ചിലപ്പോൾ 9 കിട്ടുള്ളൂ. വസുബ്നുഹാ, അല്ലെങ്കിൽ 8 കിട്ടുള്ളൂ. വസുബൂഹാ, അല്ലെങ്കിൽ 7 കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സുദുസുഹ 6 കിട്ടുള്ളൂ. വഖുംസുഹ 5 കിട്ടുള്ളൂ. ചിലപ്പോ അർബൂഹ 4 കിട്ടുള്ളൂ. വസുലുസുഹ 3 കിട്ടുള്ളൂ. വനിസ്ഫുഹ ചിലപ്പോ 2 കിട്ടുള്ളൂ. അപ്പൊ ഒരു അടിമ അല്ലാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ 10ൽ 10 പ്രതിഫലം ലഭിക്കുക എന്നത് അസാധ്യമാണ്. ചിലപ്പോ 9, 8, 7, 4, 3, 1. അപ്പൊ നമ്മളെ നിസ്കാരത്തിനൊക്കെ 10ൽ 1 കൂലി തന്നെ കിട്ടുന്നുണ്ടോ ഇല്ലേ? അത് നമ്മൾ ചിന്തിക്കണ്ടേ?
നമ്മൾ ബേജാറാകേണ്ട കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ നല്ല ശ്രദ്ധ വേണം. ഒന്നാമതായി നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ്, ഖുശൂഅാണ്, ഭയഭക്തിയാണ്, അതോടൊപ്പം അടക്കവും ഒതുക്കവുമാണ് എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമായി കൊണ്ട് തന്നെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഈ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായ ഒരു കർമ്മം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ ആവശ്യമായത് നമസ്കാരത്തിലെ നിയ്യത്താണ്. ആ നിയ്യത്ത് അയാള് ചൊല്ലിപ്പറയുക എന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു അനാചാരമാണ്. സമസ്ത മദ്രസ അത് ചൊല്ലി പഠിപ്പിക്കാറുണ്ട്. നോമ്പ് കടന്നു വന്നാലും ഉന്നതായ ഫർള റമളാന ഹാദി എന്ന് പറഞ്ഞ പോലെ നിസ്കരിക്കാൻ വേണ്ടി വന്നാലും എന്ത് ചെയ്യും, ഞാനിതാ ഈ 4 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുന്നു എന്ന് പറയും. ഇത് സത്യത്തിൽ ബിദ്അത്താണെന്ന് മാത്രമല്ല, പിശാചുണ്ടാക്കുന്ന ഒരു വസ്വാസ് എന്ന രോഗമാണ്. അതുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബ എൻബി ഒരു അറബി പദമാണ് നബ എൻബി നിയ്യത്ത്. അന്നിയ്യത്തു ഹിയൽ ഖസ്ദു ഇലാ ശൈഇൻ അൽ അസീമത്തു അലാ ഫിഅലിഹി. എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ് നിയ്യത്ത്. ഒരു കാര്യം ഒരാള് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അന്നിയ്യത്തു ഖസ്ദു ലാ ശൈഇൻ ബി ഖൽബിഹി. നിന്റെ ഹൃദയം കൊണ്ട് നീ ഒരു കാര്യം ഉദ്ദേശിക്കലാണ്. അഹ്ലുസുന്ന വൽ ജമാഅ ഐക്യകണ്ഠേന പറഞ്ഞു, അന്നിയ്യത്തു മഹല്ലുഹാ അൽ ഖൽബ്. നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിൽ നമ്മൾ കരുതുക, നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് വ്യക്തമായി കൊണ്ട് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, ഇമാം സുമ്മയൻബി അദ്ദേഹം പറയാണ്, പിന്നീട് അയാൾ നിയ്യത്ത് വെക്കണം, അഥവാ മനസ്സിൽ കരുതണം. അന്നിയ്യത്തു മിൻ ഫർളി മിൻ ഫുറൂദി സ്വലാത്ത്. നമസ്കാരത്തിന്റെ ഫർളിൽപ്പെട്ടതാണ് എന്ത്? നിയ്യത്ത്. അപ്പൊ നമസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് നിയ്യത്താണ്. അപ്പൊ നിയ്യത്തില്ലാത്ത നമസ്കാരം സ്വീകരിക്കൂല. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോ അവിടെ വീട്ടിൽ നിന്ന് പോരുമ്പോ മനസ്സിൽ തന്നെയാണല്ലോ ഉള്ളത്. അങ്ങനല്ല, മറിച്ച് അപ്പൊ ഈ ഉളുവോട് കൂടിയുള്ള നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത് എന്ന ഒരു കരുതൽ മനസ്സിലുണ്ടായാൽ മതി. അതിങ്ങനെ വാചകമായി പറയേണ്ട ആവശ്യമില്ല. ഹൃദയം കൊണ്ടായാലും വാചകം പറയുന്നത് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചില്ല. ചുണ്ട് ചലിപ്പിക്കാതെ ഹൃദയം കൊണ്ട് ചിലൊരു വാചകം ഇത്, ഞാൻ അള്ളാഹുവിന്റെ ഈ മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുകയാണ്. അങ്ങനെ ഹൃദയം കൊണ്ട് വാക്ക് പറഞ്ഞു, നാവ് കൊണ്ടും പറയണം. പിന്നെയോ മനസ്സിൽ കരുതുക എന്നുള്ളതാണ് ഇന്ന് വ്യക്തമായി കൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇനി ശരീരം കൊണ്ട് ചെയ്യുന്ന ആ നിയ്യത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് വുദൂ. ആ വുദൂവിനെ സംബന്ധിച്ചിടത്തോളം വുദൂ കേവലം ഒരു അവയവങ്ങൾ കഴുകുന്ന ചടങ്ങ് മാത്രമല്ല. പല ആളുകളും വിചാരിച്ചത് എന്താ, നിസ്കാരത്തിന് വേണ്ടി അവയവങ്ങൾ കഴുകുക മാത്രമല്ല, മറിച്ച് വുദൂ എന്നത് മഹത്തായ ഒരു സൽക്രമമാണ്. അത് നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്ന മഹത്തായ ഒരു ശുദ്ധികർമ്മമാണ്. അത് വ്യക്തമായി കൊണ്ട് തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, അബ്ദുല്ലാഹി ഇബ്നു സുനാബി റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹി ഇബ്നു സുനാബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ തവല്ലഅ അൽ അബ്ദുൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയായ അടിമ വുദൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫതമല്ലമല, അയാളുടെ വായിലേക്ക് വെള്ളം കയറ്റണം. അയാൾക്ക് വായിലേക്ക് വെള്ളം കയറ്റി ശരിക്കും എന്ത് ചെയ്യണം? കുപ്പിക്കണം. ആ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്യണം? അയാള്
പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. ഈ സമയത്ത് ഖറജത്തുൽ ഖതായാഉ മിൻ ഫീഹി, അയാളുടെ വായിലൂടെയും അതേപോലെ തന്നെ മൂക്ക് ചീറ്റുമ്പോൾ മൂക്കിലൂടെയും അയാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ഇതെത്ര ആളുകൾക്ക് അറിയാം? പൈപ്പാട് തുറന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ഉതിർത്തേരും പാഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ ആ ഉതിർക്കുന്ന സമയത്ത് നമ്മൾ അവയവങ്ങൾ പൂർണ്ണമായിട്ട് നനഞ്ഞിട്ടുണ്ടോ? അത് 3 വട്ടം കൃത്യമായിട്ടുണ്ടോ? 4 ആണോ 5 ആണോ? അല്ല 3 കുറഞ്ഞു പോയി, 2 ആയിട്ടുള്ളൂ. ഇതൊന്നും സത്യത്തിൽ എന്തില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഗഫലത്ത് ഒഴിവാക്കി, അശ്രദ്ധ ഒഴിവാക്കി നല്ല വക്കാരത്തോടുകൂടി നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് പള്ളി വന്നിട്ടാണെങ്കിൽ പള്ളി, എവിടുന്നാണെങ്കിലും ശരി, ഉളൂ ചെയ്യുമ്പോൾ ഉളൂ എന്നതൊരു ചടങ്ങല്ല, മറിച്ച് അത് നന്നായി അവയവങ്ങൾ പൂർണ്ണമാകണം. കാരണം അതിന്റെ ഏറ്റവും വലിയ തൗഫീഖ് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ വായ കൊണ്ട് നമ്മൾ ഒരു ദിവസം അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന എത്രയോ വൻപാപങ്ങളുണ്ട്, ചെറുപാപങ്ങളുണ്ട്. അല്ലേ? നമ്മുടെ നാവിനെ നമ്മൾക്ക് ആർക്കെങ്കിലും അടക്കി നിർത്താൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഈ നാവിലൂടെ വായിലൂടെ പുറത്തേക്ക് പോകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല അതേപോലെ തന്നെ വഇദാ ഗസല വജ്ഹഹു ഖതായാഹു മിൻ വജ്ഹിഹി തഖ്റുജു മിൻ ഐനൈഹി, നിങ്ങൾ വുളൂ ചെയ്യുമ്പോൾ മുഖം പൂർണ്ണമായി കഴുകുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ പീലികളിലൂടെ നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങളുടെ പാപങ്ങൾ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് തള്ളും. അതേപോലെ തന്നെ വഇദാ ഗസല യദൈഹി ഖതായാഹു മിൻ യദൈഹി മിൻ അൽഫാരിഹി, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകുമ്പോൾ വിരലുകളിലൂടെ, ആ നഖങ്ങളിലൂടെ നിങ്ങളുടെ കൈകൾ ചെയ്ത പാപങ്ങൾ പുറത്തേക്ക് പോകും. വഇദാ മസഹ ബിറഅസിഹി ഖതായാഹു മിൻ റഅസിഹി ഹത്താ തഖ്റുജു മിൻ ഉദരൈഹി, അതേപോലെ നിങ്ങൾ തല തടവുമ്പോൾ, നിങ്ങൾ ചെവി തടവുമ്പോൾ നിങ്ങളുടെ തല മുകളിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ആ വെള്ളത്തിലൂടെ കഴുകി പോകും. അതേപോലെ നിങ്ങളുടെ ചെവിയിലൂടെ, നിങ്ങളുടെ ഒരുപാട് ചെവിയിലൂടെ എത്ര നമ്മൾ തിന്മകൾ കേൾക്കുന്നുണ്ട്, എത്ര അശ്ലീലങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പാട്ടുകൾ, മ്യൂസിക്കുകൾ, അല്ലേ, തോന്നിയാസ വർത്തമാനങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കാതിലൂടെ കേട്ടതാണ്. അപ്പൊ സത്യത്തിൽ നമസ്കാരം എന്നത് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മഹത്തായ ഇബാദത്താണെങ്കിൽ, ആ ഇബാദത്തിന്റെ മുഖദ്യമയായ നിയ്യത്തിന് ശേഷമുള്ള വുളൂ എന്ന കർമ്മം എന്താണ്? പാപങ്ങൾ കഴുകിക്കളയുന്നതാണ്. ഓരോ 5 നേരവും വുളൂ എടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. വഇദാ ഗസല റിജ്ലഹു ഖതായാഹു മിൻ റിജ്ലിഹി, അയാൾ ഇതുപോലെ കാലുകൾ കഴുകുമ്പോൾ അയാളുടെ പിന്നെ കാൽവിരലുകളിലൂടെ എന്ത് ചെയ്യാണ്? ആ പാപങ്ങൾ പൊറുക്കുന്നു. സുമ്മ കാന മശീഉ വസ്സലാ, അങ്ങനെ ആ വുളൂ തമാമായി അയാൾ ചെയ്ത് നമസ്കാരം പൂർത്തീകരിച്ചാൽ നാഫിലത്തൻ ലഹു, അയാൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നൽകാമെന്ന് പറഞ്ഞ ആ ഒരു കരാറ് അല്ലാഹു പാലിക്കും. ആ ടോക്കൻ അയാൾക്ക് ഉറപ്പായി. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ വുളൂ എടുക്കുമ്പോൾ എങ്ങനെയാണോ വുളൂ എടുക്കുക? അതും ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായി നമ്മളൊരാൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, 2 കൈകളും അതിന്റെ കൈവിരലുകൾക്ക് ഇടയിലൂടെ നമ്മൾ വിരൽ കിടത്തിയിട്ട് വേണം വുളൂ ചെയ്യാൻ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പല ആളുകൾ മറന്നു പോകുന്ന കാര്യമാണ്. കൈമുട്ട് നമ്മൾ മടക്കി പിടിക്കുമ്പോൾ ഉൾഭാഗം ചുളിയുകയും നിവർത്തി പിടിക്കുമ്പോൾ പിൻഭാഗം ചുളിയുകയും ചെയ്യും. അപ്പോൾ കൈകൾ മടക്കിയും നിവർത്തിയും നമ്മൾ കഴുകണം. കൈവിരലുകൾ കാൽവിരലുകൾക്കിടയിലേക്ക് കയറ്റി ആയിരിക്കണം കഴുകേണ്ടത്. 10 ആളുകൾ ഒരു സംശയമില്ല.